പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ദേവേനി എല്ലാവരോടും പറയുകയാണ് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് എന്നെ ആ കുട്ടിയെ കാണണ്ടെന്ന് നിങ്ങളൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കുട്ടിയെ കാണാൻ സമയമാകുമ്പോൾ കുട്ടി നിന്നെ അടുത്തേക്ക് വരും, എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും കാര്യം കാണുമെന്ന് നീ മനസ്സിലാക്കി ദേവേനി എന്ന്. അപ്പോൾ ദേവേനി പറയുകയാണ് ചെറിയ എൻ്റെ ആവശ്യമല്ലേ, എന്നിട്ടും ആരും ഒന്നും നിറവേറ്റി തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഓരോന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ദേവേനി ഇത് കഴിഞ്ഞ് ജയനാണെങ്കിൽ ഓഫീസിൽ പോകാൻ സമയമായെന്ന് പറഞ്ഞ് പോവുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ മുത്തശ്ശൻ ദേവേനിയോട് പറയുകയാണ് നിന്നെ അമ്പലത്തിൽ പോകാൻ ഞങ്ങൾ വിളിക്കാത്ത, നിനക്ക് പുറത്തുനിന്ന് ഇറങ്ങി നടന്നുകൂടാ, അതുകൊണ്ടാണ് നിന്നെ അമ്പലത്തിൽ പോകാൻ വിളിക്കാത്ത. നിൻ്റെ അസുഖമെല്ലാം ഭേദമായിട്ട് നിനക്ക് അമ്പലത്തിൽ എവിടെയും പോവാം, എന്നിട്ട് ആ കുട്ടിയെ കാണാൻ നിനക്ക് പോവുകയും ചെയ്യാം. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ എന്തെങ്കിലും കാരണം കാണുമെന്ന് നീ മനസ്സിലാക്കുക ദേവേനി എന്നിങ്ങനെ മുത്തശ്ശൻ ദേവയാനിയോട് പറയുന്നു. അപ്പോൾ ദേവയാനി പറയുകയാണ് നിങ്ങൾ ആരും കണ്ടെത്താൻ സഹായിക്കേണ്ട, ഞാൻ തന്നെ ആ പെൺകുട്ടിയെ കണ്ടെത്തിക്കോളാമെന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ശരി, നീ തന്നെ കണ്ടെത്തിക്കോളൂ, ഇപ്പോൾ നീ എന്തായാലും നിൻ്റെ ശരീരം അതിന് അനുവദിക്കില്ല, കുറച്ച് ദിവസം കഴിയട്ടെ, നിൻ്റെ ശരീരം പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം നിനക്ക് ആ കരൾ തന്ന പെൺകുട്ടിയെ കണ്ടെത്താമെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഇപ്പോൾ കാണിക്കുന്ന ആവേശം ആ പെൺകുട്ടി ആരെന്ന് കണ്ടറിയുമ്പോൾ നീ ഈ ആവേശം കെട്ടുപോകരുതെന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കണം എന്താ അച്ഛാ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുകയും ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇപ്പോൾ ആ പെൺകുട്ടിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. ഇത് കഴിഞ്ഞ് അവർ അമ്പലത്തിലേക്ക് പോവുകയാണ്. ജയനാണെങ്കിൽ എന്ത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് ജയനാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. കരൾ കൊടുത്ത കുട്ടിയെക്കുറിച്ച് ദേവയാനിന്ന് ഒരുപാട് ചോദിച്ചു എന്നൊക്കെ. അപ്പോൾ ആദർശ് പറയുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നയനയാണ് കരൾ കൊടുത്തതെന്നുള്ള കാര്യം അധികം നാൾ അമ്മയിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നൊക്കെ. അപ്പോൾ ജയൻ പറയുകയാണ് ഇപ്പോൾ സ്വന്തമായിട്ട് കണ്ടെത്തുമെന്നുള്ള തീരുമാനത്തിലാണ് ദേവയാനി ആ കുട്ടിയെ. പല വഴിക്കും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ദേവയാനി നയനയുടെ വീട്ടുകാരെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് എങ്കിൽ ആ കുട്ടിയുടെ പിന്നാലെ അമ്മ സഹായമായിട്ട് ചെല്ലും എന്ന്. അതെങ്ങനെയാ അച്ഛാ ശരിയാകുന്നതെന്ന്. ഇപ്പോൾ തന്നെ അമ്മ 50 ലക്ഷം രൂപ തന്നു ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നയനയുടെ വീട്ടുകാരും ആ സഹായം സ്വീകരിച്ചില്ല, അവർക്കത് കുറച്ചിലായിട്ടാണ് തോന്നുന്നതെന്ന്. അപ്പോൾ ജയൻ പറയുകയാണ് മോനെ നീ ഒരു വീട് മാത്രമല്ലേ എടുത്തു കൊടുത്തത്, ഗോവിന്ദനാണെങ്കിൽ ഒരുപാട് കടങ്ങളൊക്കെ ഉള്ളതല്ലേ, അതെല്ലാം നീ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യണം എന്ന് ജയൻ ആദർശിനോട് പറയുന്നു. അപ്പോൾ ആദർശ് പറയുകയാണ് ഇപ്പോൾ ഞാൻ വീടെടുത്ത് കൊടുത്തത് അവർ കുറച്ചിലായിട്ടാണ് അച്ഛാ കാണുന്നതെന്ന്. അപ്പോൾ ജയൻ പറയുകയാണ് നമ്മുടെ കമ്പനിക്ക് കോടിക്കണക്കിന് ലാഭം വരുത്തിയവളല്ലേ നയന, അപ്പോൾ നമ്മൾ വീടെടുത്ത് കൊടുത്തതിന് അവൾ എന്താ അങ്ങനെ കുറച്ചിലായിട്ട് കാണുന്നത്. ആദർശ് പറയുകയാണ് നന്ദുവിനാണ് അനിയും ഒന്നിക്കാത്തത് കാരണം നയനയുടെ ചെറിയ ഒരു ബുദ്ധിമോശം കാരണമാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒന്നിച്ചു പോയെങ്കിൽ ഇപ്പോൾ അനിയുടെ ജീവിതമാണെങ്കിൽ വളരെ മോശത്തിലാണ് പോകുന്നത്. അതിൽ എനിക്കും വളരെ വിഷമമുണ്ട്, അവൻ്റെ കുടുംബജീവിതം നന്നാക്കി എടുക്കണമെന്നൊക്കെ ആദർശ് പറയുന്നു. ദേവയാനിയാണെങ്കിൽ ഹോസ്പിറ്റലിലെ നേഴ്സിനെയും ഡോക്ടറെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും അവരൊന്നും ആ കാര്യം പുറത്ത് പറയത്തില്ല. പിന്നീട് ആദർശ് പറയുകയാണ് നയനയാണ് ഇങ്ങനെ കരൾ കൊടുത്തതെന്ന് അമ്മ അറിയുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ജയനും പറയുകയാണ് ഇതിനു മുമ്പ് ദേവയാനിയുടെ ഡോക്ടറെ സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ ഞാൻ ഫോൺ വിളിച്ചു. അപ്പോൾ അദ്ദേഹമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മരുമകളെ വെറുക്കുന്ന അമ്മായിയമ്മ ഒരിക്കലും മരുമകൾക്കായിട്ടുള്ള ദാനം കൊടുത്തതെന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അത് പറയാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറയാം. അപ്പോൾ ആദർശ് അത് തന്നെയാണ് പറയുന്നത് അച്ഛാ, ഇത് നമുക്ക് അമ്മയുടെ അടുത്ത് പറയണ്ട എന്ന് ആദർശ് പറയുന്ന. ഇത് കഴിഞ്ഞ് ജയൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഡോക്ടറെ കാണാനായി ദേവയാനി പോവുകയാണ്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണ് എനിക്ക് കരൾ തന്ന പെൺകുട്ടിയുടെ പേരൊന്ന് ഞാൻ പറഞ്ഞിട്ട് ആരും പറഞ്ഞു തന്നില്ല, ഇനി CCTVയിൽ കാണുമ്പോൾ ഞാൻ ആ കുട്ടിയെ ഒന്ന് കണ്ടിട്ട് ഡോക്ടർ അതിനെ അനുവദിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണം ആ കുട്ടി ഒന്നും വെളിപ്പെടുത്തല്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളെ മാനേജ്മെൻറ്റ് അത് അനുവദിക്കില്ല, ഞാനൊരു ഡോക്ടറല്ലേ. എന്തായാലും ദേവയാനിയുടെ വീട്ടുകാർക്ക് എല്ലാ കാര്യവും അറിയാമല്ലോ, അവരെ പറയുന്നില്ല, പിന്നെ എങ്ങനെയാണ് ദേവയാനി ഞാൻ പറയുന്നത്. എന്തായാലും ദേവയാനി മനസ്സിലാക്കണം ഒരു നന്മയുള്ള പെൺകുട്ടിയാണ്, നല്ല ചെറിയ പ്രായമല്ലേ, ഇന്നത്തെ കാലത്ത് ആ കുട്ടി നിന്നെ സഹായിച്ചില്ലേ എന്ന് പറയും. എന്നിട്ട് ദേവയാനി പറയുകയാണെങ്കിൽ ഞാൻ കുട്ടിയെ ഏൽപ്പിക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ ആദർശിൻ്റെ കൊടുത്തേച്ച് അവർ ഇതുവരേക്കും ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ഡോക്ടർ പറയുകയാണ് വളരെ മോശമായി പോയി, ആ കുട്ടി നിനക്ക് പണത്തിന് വേണ്ടിയല്ല നിനക്ക് കരൾ തന്നതെന്ന്, വേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ ഡോക്ടർ പറയുന്നു. എന്നിട്ട് ദേവയാനി ഓരോന്നും ചോദിച്ചിട്ട് ഡോക്ടർ ഒന്നും വിട്ട് പറയാത്തതുകൊണ്ട് ദേവയാനിക്ക് ആവശ്യമുള്ളതൊന്നും അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് ദേവയാനി ഡോക്ടറെ അടുത്ത് യാത്ര പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്.
പിന്നീടാണെങ്കിൽ ഡോക്ടർ മനസ്സിൽ ഓർമ്മിക്കുകയാണ് മരുമകളെ തിരിച്ചറിയാൻ അമ്മായിയമ്മയ്ക്ക് വലിയ ദൂരമൊന്നുമില്ല എന്ന് മനസ്സിൽ ഓർമ്മിച്ച് ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ ജയനാണെങ്കിൽ ആദർശിനെ വിളിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ദേവയാനി ഹോസ്പിറ്റലിൽ പോയി തിരക്കാമെന്ന്. അതുപോലെ തന്നെ നടന്നു. ഹോസ്പിറ്റലിൽ പോയി ദേവയാനി ആ വിവരങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി ഡോക്ടറിനടുത്ത് സമീപിച്ചു എന്ന്. പക്ഷേ ഡോക്ടർ അതൊന്നും വിട്ടു പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ അയാൾ എന്ത് ചെയ്യുമെന്ന് ആദർശിനോട് ജയൻ ചോദിക്കുന്നു. ഇനി ഇപ്പം തന്നെ ദേവയാനിയുടെ അടുത്ത് നയനയാണ് കരൾ കൊടുത്തതെന്ന് പറയുമ്പോൾ ദേവയാനി ഏത് രീതിയിൽ അത് എടുക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അത് ദേവയാനിയുടെ അടുത്ത് പറയാനും നിവർത്തിയില്ല എന്ന് ജയൻ പറയുകയാണ്. ദേവയാനിയാണെങ്കിൽ ഇപ്പോൾ കരൾ കൊടുത്ത പെൺകുട്ടിയെ കണ്ടുപിടിക്കാനായി അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ആണെങ്കിൽ പുറത്തു പോവുകയും ചെയ്യുന്നു. അമ്മയുടെ ഈ ചിന്ത മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യുമെന്ന് ജയൻ ചോദിക്കുകയാണ്. എന്നിട്ട് ജയൻ പറയുകയാണ്, നയനമോൾ വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് അവളെ കൂടുതൽ മനസ്സിലാക്കിയിരുന്ന് അനിയും അജയനും ഞാനുമൊക്കെ ആയിരുന്നു. അപ്പോഴും നീ അമ്മയുടെ കൂടെ ചേർന്ന് അവളെ കുറ്റം പറയുകയും അമ്മയുടെ കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്തത്. നീ ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശന് വലിയ സങ്കടമാണ് തോന്നുന്നത്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഞാൻ നയനേനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന്. അപ്പോൾ ജയൻ പറയുകയാണ്, അന്ന് മഴയത്ത് നീ നയനേനെ പുറത്താക്കിയ സമയത്ത് ആ മഴ നനഞ്ഞോട്ട് നിന്നപ്പോൾ ഗോവിന്ദൻ അന്ന് നയനയും കൊണ്ട് വന്നപ്പോൾ ഞാനാണല്ലോ നയനയെ വീട്ടിനകത്തേക്ക് കയറ്റിയത് എന്ന്. അന്നൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദർശിന് വലിയ സങ്കടമാണ് തോന്നുന്നത്. ആദർശ് പറയുകയാണ്, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കെന്തോ ഇപ്പോൾ പേടി പോലെ തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ ജയൻ പറയുകയാണ്, എന്തായാലും ദേവയാനി നയനയും തമ്മിലുള്ള ദൂരം കുറയ്ക്കണമെന്ന്. ഇത് ജയൻ പറയുകയാണ്, ദേവയാനി കൊണ്ട് തന്നെ നയനയെ വീട്ടിൽ കൊണ്ടുവരാനുള്ള തീരുമാനം എടുപ്പിക്കണം എന്നൊക്കെ ആദർശിനോട് പറയുന്നത്. ഇത് കഴിഞ്ഞ് ദേവയാനിയാണെങ്കിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ്. എന്നിട്ട് ദേവയാനിയോട് ചോദിക്കുകയാണ്, എന്തിനാ അമ്മ ആവശ്യമില്ലാതെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതെന്ന്. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത് ആ കുട്ടിയുടെ ഹസ്ബൻഡും കൂടി ഒരു യാത്ര പോയതാണെന്ന്. എന്നിട്ട് എന്തിനാ അമ്മ ഇങ്ങനെ ഇറങ്ങി തിരക്കി നടക്കുന്നതെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ശരി നീ എങ്കിൽ ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചതാ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, എന്തിനാ അമ്മ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്ന, അവർ നമുക്ക് വലിയൊരു സഹായമല്ലേ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ വീണ്ടും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, നീ ശരി എനിക്ക് ആ കുട്ടിയുടെ വീടെങ്കിലും ഒന്ന് കാണിച്ചായിരുന്നു ആദർശിനോട് പറയുമ്പോൾ ആദർശ് ഓരോ കള്ളങ്ങൾ ഇങ്ങനെ പറയുകയാണ്. കള്ളങ്ങൾ പറയുമ്പോൾ ദേവയാനിക്ക് മനസ്സിലാവുന്നു ആദർശ് പറയുന്നതെല്ലാം കള്ളങ്ങളാണെന്ന്. ആദർശ് പറയുകയാണ്, അമ്മ സമാധാനിക്കുക, ആ കുട്ടിയെ ഞാൻ തന്നെ കൊണ്ടുപോയി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം ആദർശ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർമ്മിക്കുകയാണ്, എനിക്ക് വേണ്ട ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന്. അതിനുശേഷം ആദർശ് റൂമിലേക്ക് കയറുമ്പോൾ ദേവയാനിക്ക് മനസ്സിലാകുന്നു ആദർശ് ഇനി വാഷ്റൂമിലായിരിക്കും പോകുന്നതെന്ന്. എന്നിട്ട് ദേവയാനി മറഞ്ഞു നിന്ന് എല്ലാം നോക്കിയതിന് ശേഷം ആദർശ് വാഷ്റൂമിൽ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ദേവയാനി ആ റൂമിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആദർശിന്റെ ഷെൽഫ് തുറന്ന് ഓരോ ഫയലുകളായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നയനയുടെ ഒരു ലിസ്റ്റാണ് കിട്ടുന്നത്. അങ്ങനെ അതെടുത്ത് നോക്കുമ്പോൾ നയനയ്ക്ക് ഇന്ന് മെഡിസിൻ വാങ്ങിച്ച ലിസ്റ്റ് ആണല്ലോ എന്ന്. നയനയുടെ പേരിൽ ഇന്ന് വാങ്ങിയ ലിസ്റ്റുകളാണല്ലോ അവളുടെ പേരിലാണ് ഇന്ന് വാങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിൽ ഓർമ്മിച്ചിട്ട് ദേവയാനി ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. എടുത്തതിന് ശേഷം ആ ഫയൽസുകളൊക്കെ തിരിച്ച് അതേപോലെ ഷെൽഫിൽ വെക്കുകയാണ്. വെച്ചിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. പോയി റൂമിൽ ഇരിക്കുകയാണ്. ദേവയാനി റൂമിലേക്ക് വന്നതിന് ശേഷം ആ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ലിസ്റ്റിൽ ദേവയാനി കഴിക്കുന്ന അതേ മരുന്നുകളൊക്കെയാണ് നയനയും കഴിക്കുന്നതെന്ന് ദേവയാനി മനസ്സിലാക്കുന്നു. കരൾ സംബന്ധമായവർ കഴിക്കുന്ന അതേ ടാബ്ലറ്റ് ആണല്ലോ നയനയും കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് കരളിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് ദേവയാനി മനസ്സിലാക്കുന്നു. എന്തായാലും അവൾ വെറുതെ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് കരൾ തന്നത് എൻ്റെ മരുമകളായിരിക്കും, അതുകൊണ്ടായിരിക്കും എല്ലാവരും മറച്ചു വെക്കുന്നത്. അപ്പോൾ കൂടുതൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ ഓർമ്മിക്കുക. ഇനി ജയേട്ടൻ്റെയും ആദർശിൻ്റെയും സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും വരാതെ ഇരിക്കില്ല. അതുകൊണ്ട് അവർ പറയുന്നതല്ല ഇനി ശ്രദ്ധിച്ച് വിശദമായി അന്വേഷിക്കണമെന്ന തീരുമാനത്തിലാണ് ദേവയാനി. പിന്നീട് ആദർശാണെങ്കിൽ നയനയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അമ്മ കരൾ തന്ന കുട്ടിയെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. പല അന്വേഷണങ്ങളായിട്ട് അമ്മ നടക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നയന പറയുകയാണ്, ഇനി അധികാലം അമ്മയിൽ നിന്നും അത് മറച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ ആദർശേട്ട എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ്, ഞാൻ അമ്മയുടെ അടുത്ത് സത്യമെല്ലാം പറയാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ദേവയാനി പുറത്തു നിന്നെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, വേണ്ട ആദർശേട്ട അത് പറയണ്ട, എങ്കിൽ അമ്മ കൂടുതൽ വെറുക്കുന്ന ആദർശേട്ടനെ അച്ഛനെയൊക്കെ ആയിരിക്കും, അതിനേക്കാൾ അമ്മ അറിയാതിരിക്കുന്നതിന് നല്ലത്. അപ്പോൾ ആദർശ് പറയുകയാണ്, അങ്ങനെ തന്നെ പോട്ടെ, അമ്മയ്ക്ക് കരൾ കൊടുത്ത പെൺകുട്ടി അമ്മ തന്നെ സ്വയം കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്ന്. ഇതെല്ലാം പറയുന്നത് പുറത്തു നിന്ന് ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദേവയാനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. ഇങ്ങനെ ദേവയാനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.